റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 18ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ ടാഗ് ബൈ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ടാഗ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ അനോട്ടേറ്റിനകത്ത് ടാഗ് ബൈ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിവിടെ ഈ ഒരു ഫർണിച്ചറിലേക്ക് ഈ ഒരു ടാഗിങ് കൊണ്ടുവരാൻ നോക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഫർണിച്ചറിന് ടാഗിങ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ഡോറിലേക്ക് വന്നപ്പോൾ ഇവിടെ ടാഗിങ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഒരു വോളിന് ടാഗിങ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വിൻഡോ ഉണ്ട്. വിൻഡോയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ടാഗ് ഉണ്ട്. ഇത് നോക്കുക പറയാം, ഇത് ഓരോന്നിനും ഓരോരോ ടാഗിങ് ആണ്. ഇപ്പോൾ ഈ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ വിൻഡോയ്ക്കെല്ലാം സെയിം ടാഗ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ വോളിൻ്റെ ടാഗിങ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഡോറിനാണെങ്കിൽ ഡോറിൻ്റെ ടാഗ്. എന്നാൽ നമുക്കിവിടെ ഫർണിച്ചറിന് പ്രത്യേകിച്ച് ടാഗൊന്നും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഫർണിച്ചറിന് മാത്രമായിട്ട് നമുക്ക് ടാഗ് ഒഴിവാക്കാനായിട്ട് കഴിയില്ല. നമുക്ക് എന്തൊക്കെ എലമെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ ആ എലമെന്റുകൾക്കെല്ലാം നമുക്ക് ടാഗ് കൊടുക്കേണ്ട. അപ്പോൾ അങ്ങനെ ടാഗ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഒരു ഫർണിച്ചറിന് ടാഗ് ഇല്ല. അപ്പോൾ ടാഗ് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻസെർട്ട് ടാബിലേക്ക് പോകണം. ഇവിടെ ലോഡ് ഫാമിലിക്കുള്ളിൽ ഇവിടെ ലൈബ്രറി എടുത്തു. ലൈബ്രറിയിൽ ഇവിടെ ഇന്ത്യ കൊടുത്തു. എന്നിട്ട് ഇവിടെ അനോട്ടേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. ഇവിടെ ആർക്കിടെക്ചർ സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് വേണ്ടത് ഫർണിച്ചറാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ ടാഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഫർണിച്ചർ ടാഗ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതല്ല എങ്കിൽ നമുക്ക് കസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഫാമിലീസിൻ്റെയും ടാഗുകൾ ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് തന്നു. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫർണിച്ചർ ടാഗാണ്. ഫർണിച്ചർ ടാഗ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫർണിച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിളായിട്ട് നോക്കാം. അനോട്ടേറ്റിലേക്ക് വന്നു. അനോട്ടേറ്റിൽ വന്ന് ടാഗ് ബൈ കാറ്റഗറി കൊടുത്തു. ഇവിടെ ഫർണിച്ചറിന് ടാഗ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് കാണിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം അനോട്ടേറ്റിലേക്ക് വന്നു. ഇവിടെ ടാഗ് കൊടുത്തു. ഇവിടെ ടാഗ് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു വിൻഡോ ഞാനിവിടെ ടാഗ് ചെയ്യാൻ പോവുക. ഇവിടെ ടാഗ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 10 എന്ന് പറയുന്നൊരു നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇപ്പം ഈ ഒരു വിൻഡോയ്ക്ക് ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നോക്കാം, ഈ വിൻഡോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് എൻ്റെ പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസിൽ ഇവിടെ ടൈപ്പ് മാർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു 12 ആക്കിയിട്ട് അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 12 എന്ന് പറയുന്നൊരു ടാഗ് ആയിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് ഈ ടാഗിൽ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പം ഇവിടെ 15 കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എസ് കൊടുക്കും. ഈ ടാഗ് ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ട് ഈ ഒരു പ്രോപ്പർട്ടീസിലും ചേഞ്ച് ആവും. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെയും ടൈപ്പ് മാർക്കിൽ 15 എന്ന് പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടാഗിങ് ചെയ്യുന്നത്. ടാഗിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ടാഗ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ വരേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പം ഇതൊരു ഡോറാണ്. ഈ ഒരു ഡോറിൻ്റെ ടാഗ് നമുക്ക് എന്തായിട്ട് കൊടുക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇപ്പോൾ എക്സാമ്പിൾ ഇടുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡോറിൻ്റെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ടൈപ്പ് എന്താണെന്നുള്ളത് കൊടുക്കണോ അതോ ഫാമിലീസ് എന്താണെന്നുള്ളത് ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് സത്യത്തിൽ വരുന്നില്ല. കാരണം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡോറാണെങ്കിൽ അതിൻ്റെ D1 ഇപ്പം ഇതേ ടൈപ്പുള്ള ഡോർ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ D1 എന്ന് പറയുന്ന ടാഗിങ് ആണ് വരേണ്ടത്. അതേസമയം വേറൊരു ടൈപ്പ് ഡോറാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ D2 നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഡോർ എന്നൊരു ഫുൾ നെയിം നമുക്ക് കൊടുക്കണമെന്നില്ല. കാരണം അങ്ങനെ കൊടുക്കപ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാഗ് മൊത്തത്തിൽ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയില്ല. കാരണം ഒരു ഡ്രോയിങ് വരച്ച് കഴിയുമ്പോൾ അതിനകത്ത് മെഷർമെൻറ്റുകൾ ഉണ്ടാവും, മറ്റ് ഫർണിച്ചേഴ്സ്, മറ്റ് കമ്പോണൻസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ടാഗ് ഒരു ഫുൾ നെയിമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഡ്രോയിങ് ഒരു ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തത ഇല്ലാതായി. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ലെറ്ററിൽ ചെറിയൊരു പേരിൽ ടാഗിങ് ഒതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടാഗിനെ തന്നെ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ടാഗ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ഫാമിലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ. അങ്ങനെ എഡിറ്റ് ഫാമിലി കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വരും. ഇത് ഫാമിലിയുടെ പേജാണ്, ഫാമിലി എഡിറ്റ് ചെയ്യേണ്ട പേജാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നോക്കാം.